പലർക്കും സംശയമാണ് ഹോളോ ബ്രിക്സ് കൊണ്ട് എങ്ങനെയാണ് വീടുണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് നോക്കാം, ഹോളോ ബ്രിക്സ് കൊണ്ട് ഈ കാലഘട്ടത്തിൽ വീടുണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അങ്ങനെ ഒരു വീടുണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട്. അതിനിതാ മറുപടി. ഇതാ ഹോളോ ബ്രിക്സ് കൊണ്ട് ഒരു അടിപൊളി എൽ ഷേപ്പുള്ള ഒരു അടിപൊളി വീടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയെന്ന് നോക്കാം. നമ്മൾ വീട്ടിലേക്ക് ഇതങ്ങനെ സ്റ്റെപ്പോട് കൂടി നമ്മൾ ആദ്യം സിറ്റ് ഔട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. സിറ്റ് ഔട്ട് നോക്കുക, വലിയ സിറ്റ് ഔട്ടാണ്, രണ്ട് ഭാഗത്തേക്ക് ഡോർ വെച്ചിട്ടുണ്ട്. ഇതാ സിറ്റ് ഔട്ടിൽ നിന്ന് ഡോറ് കയറി നേരെ നമ്മളൊരു വിശാലമായൊരു ലിവിങ് റൂമാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെൻറ്റിലേഷനോട് കൂടിയാണ് ഈ ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ സോഫ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ഡൈനിങ് ഹാളിലാണ്. ഡൈനിങ് ഹാൾ നോക്കുകയാണെങ്കിൽ നല്ല ടോപ്പ് ഹൈറ്റോട് കൂടി ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ ഡൈനിങ് ഹാൾ ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മൾ സ്റ്റെയർ ചെയ്യുന്നത്. ആ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ എത്തുമ്പോൾ നോക്കുക. ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ ഒരു പാസേജിൻ്റെ ഒരു ഡോർ സ്പേസ് മാതിരി അത്യാവശ്യം നല്ല വീതിയിലുള്ള ഒരു സ്ഥലത്തു കൂടി നേരെ കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ കാണാം. ആ നേരെ കാണുന്നത് ബെഡ്റൂമിലേക്കുള്ള വരാന്തയും അതിൻ്റെ പുറത്ത് നമ്മൾ നടുമുറ്റമാണ്. ഈ കാണുന്നത് നമ്മളൊരു ഫാമിലി ലിവിങ് ആണ്. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി ഡൈനിങ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അതൊരു പാസേജാണ്. ഈ പാസേജിലൂടെയാണ് നമ്മൾ മറ്റുള്ള ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നടുമുറ്റം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടുമുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റോട് കൂടി ചെയ്തിട്ടുള്ളത്. തൊട്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും അങ്ങോട്ട് ആക്സസ് ഉള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നടുമുറ്റത്തിൻ്റെ സൈഡിൽ കാണുന്ന ഈ ചെറിയ വിൻഡോ നമ്മൾ ആ ബെഡ്റൂമിൻ്റെ വെൻറ്റിലേഷന് വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞ് നേരെ ഒരു ഫാമിലി ലിവിങ് ആണ്. അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന, ഫാമിലികളൊക്കെ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റാവുന്ന ഒരു പ്രൈവസി ഏരിയയാണ്. ഇതും അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഈ ഹൈറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കൊക്കെ നല്ല വെൻറ്റിലേഷനാണ്. ടോപ്പിൽ നിന്ന് നോക്കിയാലും താഴോട്ട് കാണാൻ പറ്റാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം സാധാ പോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അറ്റാച്ചോട് കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. രണ്ട് വിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ നടുമുറ്റത്തിൻ്റെ ഭാഗത്തുള്ള ഒരു സിംഗിൾ വിൻഡോയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിൽ നിന്നും മറ്റൊരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ റൂമിൻ്റെ രണ്ട് ഭാഗത്തും 4 വിൻഡോകളാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിന് അത്യാവശ്യം നല്ല വെൻറ്റിലേഷൻ ഉണ്ടാവും. പിന്നെ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ചോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിംഗ് റൂമും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുകയാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സ്റ്റെയറാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഡസ്ട്രിയിൽ സ്റ്റെയർ ചെയ്യാനുള്ള ഏരിയയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കയറി ചെന്നാൽ താഴത്തെ കിച്ചൻ്റെ മേലെ ഒരു ബെഡ്റൂം സ്ലോപ്പ് റൂഫാണ്. നമ്മൾ സ്ലോപ്പ് റൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ടൈപ്പാണ്, ഓടിട്ടിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അറ്റാച്ചോട് കൂടിയുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ ഈ കാണുന്ന പോർഷൻ തന്നെ നമ്മൾ താഴ്ന്ന് കാണുന്ന ഡൈനിങ് ഹാളിൻ്റെ തൊട്ട് മേലെയാണ്. ഇത് നമ്മൾ ചെറിയൊരു ഹോളായിട്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നടുമുറ്റത്തിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള മേലേക്കുള്ള ഭാഗമാണ്. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള പാസേജാണ്. നമ്മൾ നേരത്തെ താഴെ പറഞ്ഞതുപോലെ ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വെൻറ്റിലേഷൻ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം താഴത്തെ പോലെ തന്നെ നമ്മൾ അറ്റാച്ചോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതും സ്ലോപ്പ് റൂഫാണ് ചെയ്തിട്ടുള്ളത്. സ്ലോപ്പ് റൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ സ്റ്റീൽ കൊണ്ട് റൂഫ് ഉണ്ടാക്കി അതിൻ്റെ തൊട്ട് മേലെ ടൈല്, ബാംഗ്ലൂർ ടൈല്, അതായത് ഓടിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സൈഡിലും എല്ലായിടത്തും നമ്മൾ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെൻറ്റിലേഷൻ കിട്ടുന്നത് വേണ്ടി നമ്മൾ ഒരുപാട് വിൻഡോസും ചെറിയ വിൻഡോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അവസാനം വരുന്ന ബെഡ്റൂമിൽ നമ്മൾ ചെറിയൊരു ബാൽക്കണി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആൻഡ്രയിലൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ വീട് കാണാൻ പറ്റും. ഇപ്പം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ബ്രിക്ക് കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല വെൻറ്റിലേഷനുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.